യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലിൽ കിടക്കാതെ വേറെ വല്ല പ്രയത്നവും കള്ളനും കവർച്ചക്കാരനുമാകും. വാതിലിലൂടെ കിടക്കുന്നവനോ ആടുകളുടെ ഇടയനാണെന്നും അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ നേർച്ചയിൽ പിടിച്ച് പുറത്തു കൊണ്ടുപോകും. തനിക്കുള്ളവയൊക്കെ പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമ്മൾ ഇന്ന് അതിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങാൻ പോകും. ഹല്ലേലൂയ. ദൈവം എനിക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഈ ഒരു വേദഭാഗത്തിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഓരോ ദൈവ പൈതലും അവൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട, ശരിക്കും നമ്മൾക്ക് വളരെ വ്യക്തത വേണ്ട, ശരിക്കും അറിയേണ്ട ചില മർമ്മങ്ങൾ നമ്മൾ എപ്പോഴും വായിച്ച് ഇങ്ങനെ കാണാതെ പറയുന്ന ഈ വേദവാക്കിൽ ഒളിഞ്ഞിടുന്നു. അത് എൻ്റെ ജീവിതത്തിലോട് സംസാരിച്ചപ്പോൾ, ഇടപെട്ടപ്പോൾ ശരിക്കും എൻ്റെ കാഴ്ചപ്പാട്, വർഷങ്ങളായിട്ട് വിശ്വാസ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന, വർഷങ്ങളായിട്ട് ദൈവനെ പഠിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ മാറ്റം വരുത്തിയ ചില വചനങ്ങളാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനെന്നുള്ള വ്യക്തിയുടെ കേസ് വിട്ടേര്, പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഇനി വചനത്തിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. കള്ളൻ വരുന്നത് വാതിലിലൂടെ അല്ല. യേശു തന്നെ ഇവിടെ പറയാണ്, ആട്ടിൻതൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ഇനി അടുത്ത സെക്ഷനിൽ പറയുന്നത്, വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ ആകുന്നു. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ആശയം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായത്. കാരണം നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. കാരണം ഈ കള്ളൻ വരാൻ പ്രത്യേകിച്ച് ഒരു ഇൻവിറ്റേഷൻ്റെ ആവശ്യമില്ല. കള്ളൻ ശരിക്കും വരാൻ പാടില്ലാത്തതാണ്, പക്ഷെ പുള്ളി എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും. അത് നമ്മുടെ തോട്ട് പ്രോസസ്സിലോ അല്ലെങ്കിൽ ചിന്തകളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലൂടെയോ സംസാരങ്ങളിലൂടെയോ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ കള്ളൻ ഇടിച്ചു കയറും. പക്ഷേ ഇതിനകത്ത് പ്രശ്നം, ക്രിസ്ത്യൻ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇവിടെ ഒളിഞ്ഞെടുപ്പുണ്ട്. ഇടയനെ കുറിച്ച് എന്താ യേശു തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു, അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ഇപ്പൊ പാസ്റ്റർ നമ്മുടെ ഭവനത്തിൽ വന്നു വെച്ചു, നമ്മള് എത്ര സന്തോഷത്തോടുകൂടെ എത്ര ആദരവോടുകൂടെ നമ്മൾ പാസ്റ്ററെ സ്വീകരിച്ച് ട്രീറ്റ് ചെയ്ത് പാസ്റ്റർ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ട് നമ്മൾ എത്ര ബഹുമാനം കൊടുക്കും. ഓക്കെ, ക്രിസ്ത്യൻ ലൈഫിൽ യേശു പഠിപ്പിക്കുന്ന ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം,
യേശു നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരില്ല. നമ്മളാണ് വാതിൽ കാവൽക്കാർ. അത് നമ്മുടെ ജീവിതത്തിലോട്ട്, നമ്മുടെ കുടുംബമാണെങ്കിൽ കുടുംബത്തിലോട്ട് യേശു വരണം, വിളിച്ചു ചെയ്യണം, ഇൻവൈറ്റ് ചെയ്യണം. ചെറുതായിട്ട് ഇൻവൈറ്റ് ചെയ്താൽ പോരാ. ആ അബ്രഹാമിന്റെ കൂടാരത്തില് ദൈവവും 2 ദൂതന്മാരും വന്നപ്പോ അബ്രഹാം ട്രീറ്റ് ചെയ്തറിയില്ല. എങ്ങനെയാ വിളിച്ചു കയറ്റുക? ആ എമ്മോസിലോട്ട് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്നിട്ട് അവരുടെ വീടെടുത്തപ്പോ ആ വീട്ടിലോട്ട്, അല്ലെങ്കിൽ അവൻ അങ്ങ് നേരെ പോകുന്ന ഭാവം കാണിച്ചു. പക്ഷെ അവര് നിർബന്ധിച്ചല്ലേ വീട്ടിൽ വിളിച്ചേറ്റി അല്ലെ? ഇത് നമ്മുടെ ലൈഫിൽ ഒരിക്കലും മാറരുത്. നമ്മുടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ, പ്രാക്ടിക്കലി എന്നെ പഠിപ്പിച്ച എന്റെയും പ്രശ്നം, ഈ യേശു ഓട്ടോമാറ്റിക്കായിട്ട് കാര്യം കള്ളനെ പോലെ ഇടിച്ചു കയറി കാര്യം ചെയ്യുന്ന നമ്മുടെ എക്സ്പെക്ടേഷൻ തെറ്റ്. മാന്യമായ ഏതെങ്കിലും വ്യക്തി നമ്മുടെ വീട്ടിലോട്ട് ഇടിച്ചു കയറും? കേറത്തില്ല. കള്ളം കയറും. നമ്മൾ പക്ഷെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ്, നമ്മുടെ ഒരു ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ്. മക്കളെ, നമ്മൾ ചില കാര്യങ്ങളുടെ വാതിൽ കാവൽക്കാർ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭാവിയുടെ, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ജോലിയാണെങ്കിൽ ജോലിയുടെ, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, ശുശ്രൂഷയാണെങ്കിൽ ശുശ്രൂഷ. ആമേൻ. ഒരിക്കലും യേശുവിനെ കള്ളനായിട്ട് കൂട്ടരുത്. ചെയ്തോളൂ. നോ. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കാനല്ലേ പറഞ്ഞു. കാരണം ദൈവം നമ്മളെ അത്ര മാന്യമായിട്ടാണ് കരുതുന്നത്. ദൈവവും മാന്യനാണ്, നമ്മൾക്കും ആ മാന്യതയുണ്ട്. അല്ലേ? ഇത് പ്രശ്നം ഇത്രയേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും യേശു കള്ളന്റെ പരിപാടി ചെയ്യുന്നങ്ങ് എക്സ്പെക്ട് ചെയ്യുക, ശരിയായിക്കോളും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പഠന മേഖലകളിൽ, ജോലി മേഖലകളിൽ, ഹല്ലേലൂയ, നമ്മുടെ ലൈഫിൽ, ആമേൻ, ഹല്ലേലൂയ, എല്ലാ മേഖലകളിലോട്ടും വളരെ വളരെ ആവശ്യബോധത്തോടെ നമ്മുടെ അപ്പനെ വിളിച്ചു കയറ്റാൻ പറ്റും. യേശുപ്പ അങ്ങ് വന്നേ പറ്റും. ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്ക് വേണ്ടി തരുക. എൻ്റെ കുടുംബത്തിലോട്ട് വന്നേ പറ്റൂ. എൻ്റെ സാമ്പത്തിക പ്രശ്നത്തിലോട്ട്, സാമ്പത്തികമായ കാര്യങ്ങൾ അങ്ങ് മാനേജ് ചെയ്യണം, വന്നേ പറ്റൂ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇത് ഫണ്ടമെന്റലായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. We have to invite. God will never ever force to enter in your area. കാരണം ഈ ആദാമിനെ അല്ലെങ്കിൽ ആദാമിനെ അത് സൃഷ്ടിച്ചത് തന്നെ വാഴാനാണ് ഏൽപ്പിച്ചത്. ആരാ? ഈ ആദാം വാഴണല്ലേ? അല്ല ഞാൻ ദൈവം വാഴുന്നതാണോ? ഞങ്ങൾ വാഴണോ? നീ ജസ്റ്റ് ഞാൻ പറഞ്ഞു കേട്ടാൽ മതി? അങ്ങനെയല്ല. സകലത്തിന്റെ മേലും വാഴുവാൻ ആരാ ഏൽപ്പിച്ചത്? അതിന്റെ സിസ്റ്റം തന്നെ എങ്ങനെയാ? ഹല്ലേലൂയ. അപ്പോ ഓൾറെഡി അധികാരം കൊടുത്തിരിക്കുന്ന ഒരാൾക്ക് അതിന്റെ ഒരു ലീഗൽ വശത, ദൈവം തന്നെ സകലത്തിന്റെ മേലും വാഴാനുള്ള അധികാരം നമുക്ക് ഓരോരുത്തരും തന്നേക്കുക. സകലത്തിൽ നമ്മളെ ഏൽപ്പിച്ച മേഖല അറ്റ്ലീസ്റ്റ് ആ അധികാരം ഓൾറെഡി ഉള്ള പ്രൊസസ് ചെയ്യണം. നമുക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയില്ല, പക്ഷെ ഇന്ന് മനസ്സിലാക്കിയോ, നമ്മളെ ഒരു കുടുംബം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഏതെങ്കിലും ശുശ്രൂഷ, ഏതെങ്കിലും കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അതിന്റെ അതോറിറ്റി. ഇനി ദൈവത്തിന് പോലും കയറി വരണമെങ്കിൽ നമ്മുടെ അനുവാദം വേണം. ദൈവത്തിന്റെ സിസ്റ്റം അതാണ്. പക്ഷെ സാത്താൻ കള്ളനായതുകൊണ്ട് അവൻ ഈ നിയമം നോക്കില്ല. ഇത് ഒരു ഫണ്ടമെന്റൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു സംഭവം. ഇത് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു
ഇമ്പോർട്ടൻസ് തോന്നി. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഈ യേശു ഇടയനായിട്ട് വന്നിട്ട് ഏറ്റവും ആദ്യം എന്താ ഇവിടെ എഴുതിയേക്കണേ? അവന് വാതിൽക്കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അടുത്ത പ്രശ്നം, നമ്മള് മാനുഷികമായിട്ട് ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാ നമ്മള് വളരെ മാന്യമായിട്ട് അവർ പറയുന്നതൊക്കെ കേൾക്കും, നന്നായിട്ട് സംസാരിക്കും, നല്ല ഇടപാട് നമ്മൾ. അതായത് ഈ ഗസ്റ്റ് വെറുതെ വന്നതല്ല, നമ്മൾ വിളിച്ച് വരുത്തി ആ ഗസ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ വന്ന, അപ്പൊ ആ ഗസ്റ്റിന്റെ ഓരോ വാക്കും കേൾക്കാൻ നമ്മൾ കാതോർത്തിരിക്കും, ഇല്ലേ? ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുവിനെ വിളിച്ച് അകത്ത് കയറ്റിയാൽ അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, ആമേൻ ഹല്ലേലൂയ, ദൈവമേ അങ്ങനോട് സംസാരിക്കും. അടിയനിതാ, അടിയൻ കേൾക്കും. ഹല്ലേലൂയ. ചൗമേൽ ബാലന് ദൈവം വിളിച്ചപ്പോ ആദ്യത്തെ 3 പ്രാവശ്യവും ഒന്നും സംഭവിച്ചില്ല, വിളിച്ചു. അതൊരു എക്സാമ്പിളാണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഒരു ഫണ്ടമെന്റൽ കാര്യം. 4ാമത്തെ പ്രാവശ്യം പിന്നെ ഏലി പുരോഹിതന്റെ അഡ്വൈസ് നിമിത്തം പുള്ളി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അടിയൻ ഇതാ, അടിയൻ കേൾക്കും. അപ്പൊ ഇവന്റെ ചെവിക്കകത്തോട് പോയി ശ്രദ്ധിക്കണേ. അപ്പൊ ദൈവത്തിന്റെ ഒരു സിസ്റ്റം നോക്കണേ, നമ്മൾ തുറന്നു കൊടുക്കാതെ ഇൻവൈറ്റ് ചെയ്യാതെ ദൈവത്തിന് ഫർദറായിട്ട് പ്രൊസീഡിങ് ഇല്ല. തന്നെ ദൈവം ഇടിച്ചു കയറില്ല. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലോട് യേശുവിനെ വിളിച്ച് വരുത്തുക എന്നുള്ള 1ാമത്തെ ഉത്തരവാദിത്വം. 2ാമത്തെ ഉത്തരവാദിത്വം അവിടെ മുതൽ തുടങ്ങും. അത് പക്ഷേ ജസ്റ്റ് ഒരു തുടക്കം മാത്രം അല്ലല്ലോ. അപ്പോൾ മുതലേ അപ്പനെ കേൾക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കാതോർത്തിരിക്കും. അത് തമാശയല്ല, ഇത് ഒരു ഫണ്ടമെന്റലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പഠിക്കണം, വിശ്വാസികൾ പഠിക്കേണ്ടത്. എന്തോ ഒരു കാരണവശാലും നമ്മൾ അതിന്റെ കണ്ണിപ്പെടാതെ പോയതാണ്. എന്റെ കണ്ണിപ്പെട്ടില്ലായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. സങ്കീർത്തനം 28-ാം സങ്കീർത്തനം ഒന്ന് എടുക്കാവോ? സങ്കീർത്തനം 28-ന്റെ 1-ാം വാക്യം വായിച്ചേ. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ പാറയായുള്ളോവേ, നീ കേൾക്കാതിരിക്കരുത്, നീ മിണ്ടാതിരുന്നിട്ട് നീ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കാൻ തന്നെ. ആമേൻ ഹല്ലേലൂയ. ഇത് ദാവീദിന്റെ സങ്കീർത്തന. ദാവീദ് ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അവന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. ഈ ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം അല്ലേ ഇത്? അല്ലേ? ദാവീദ് എന്താ അവിടെ പറയണേ? ഒന്ന് ശരിക്കും നോക്കിയേ. ഇവിടെ ദാവീദ് പറയാ, നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. അപ്പൊ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എന്താ? ദൈവം മിണ്ടാതിരുന്നാൽ നമ്മൾ കുഴിയിൽ ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഫണ്ടമെന്റലി പഠിക്കണം. അതായത് ഒരു ഇടയൻ ആ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിലോട്ട് വന്നതിന് ശേഷം, നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓർപ്പിച്ചു മാത്രം പോവാ. കേക്കിൽ ജസ്റ്റ് തുടക്കം മാത്രം. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുണ്ടായാൽ ആദ്യം തന്നെ എന്താണ് പരിപാടി? ആ കുഞ്ഞൊന്ന് ചിരിച്ചു കാണാൻ. ഈ അപ്പനും അമ്മയും അല്ലെങ്കിൽ ആൾക്കാരും ഒക്കെ ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യല്ല ആദ്യം തന്നെ ഒരു കുഞ്ഞുണ്ടായ വീട്ടില്. ഇനി കുഞ്ഞൊക്കെ പോട്ടെ, വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ കൊണ്ടുവന്നാൽ എന്താ നടക്കണേ? ഏറ്റവും ആദ്യം അതിനെ പേരിട്ട് അല്ലെങ്കിൽ വിളിച്ചൊരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യല്ലേ ചെയ്യണേ.
എന്തുകൊണ്ടോ നമ്മൾ യേശുവിന്റെ അടുത്തോട്ട് വരുമ്പോൾ ഇത് നമ്മൾ പഠിക്കണില്ല. പക്ഷെ ഇന്ന് മുതല് നമ്മുടെ ലൈഫിലോട്ട് സീരിയസ്ലി നമ്മൾ എത്ര ഡീപ്പായിട്ട് എത്ര ആവശ്യബോധത്തോടെ യേശുവിനെ നമ്മുടെ ജീവിതത്തിലോട്ട് വിളിച്ചു വരുത്താൻ തയ്യാറാണോ, അവൻ വന്നിരിക്കും. വന്നിട്ട് കാര്യമില്ല, അവന് ഒത്തിരി കാര്യം പറയാനുണ്ട്, ഒത്തിരി കാര്യം നമ്മളെ പഠിപ്പിക്കാനുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി കാര്യം നമ്മളെ മുന്നോട്ട് നടത്താനുണ്ട്. കാരണം ആദ്യം ഒരു പേരൊക്കെ ഇടും, ഇവനെ പഠിപ്പിക്കാനുള്ളത് പഠിപ്പിക്കും, ഇവനെ ഒരു എക്യുപ്പ് ചെയ്തിട്ടാണ് ഇവനെ പുറത്തോട്ട് ഇറങ്ങണേ. എന്നിട്ട് വേണം ശുശ്രൂഷ ചെയ്യാൻ. എന്നിട്ട് വേണം ദൈവത്തിന്റെ പദ്ധതി യഥാർത്ഥമായിട്ട് ഇവന്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ആവാൻ. ഫണ്ടമെന്റലി ഒരു പ്രശ്നമാണ് നമ്മൾ ഈ യേശുവിനെ കേൾക്കാനുള്ള ഒരു മടി. നമ്മൾ ഓർക്കണേ, യേശു കള്ളന്റെ പണി ചെയ്യുന്ന കള്ളനാണ്. നമുക്ക് വേണ്ടാത്ത സാധനമൊക്കെ ചെവിയിൽ ഓത്തുന്നത്. നമ്മുടെ ചിന്താഗതിയിലൊക്കെ ഓരോ വേണ്ടാത്ത ചിന്ത കേൾക്കുന്നത് അല്ലെ. കാരണം നമ്മളൊരു ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റാണ്. ഇത് മൂന്നും കൂടി ചേർന്നാണ് എല്ലാ മനുഷ്യനും. ഈ പത്രോസിനെ ശാസിച്ചപ്പോ യേശു അവിടെ ഉപയോഗിച്ച പദം, നീ ദൈവത്തിന്റെ അല്ല മനുഷ്യന്റെ അത്ര കരുതുന്നത്. അപ്പോ പത്രോസിന്റെ തോട്ട് പ്രോസസ് ആ ഭാഗം മത്തായി സുവിശേഷം 16-ാം അധ്യായം അത് അറിയാമെന്ന് ഓർക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ ചിന്താഗതിയില് തോന്നുന്ന സാധനങ്ങൾ ഇങ്ങനെ കണ്ടമാനം ഇടിച്ചു കയറ്റി കൊണ്ടുവരുന്ന പരിപാടി ആരുടെയാ? ദുഷ്ടന്റെ. പക്ഷേ ഒരു യഥാർത്ഥമായ രക്ഷിക്കപ്പെട്ട ദൈവം, യഥാർത്ഥമായ ദൈവം, അവന്റെ മനുഷ്യാത്മാവിനോടുകൂടെ ദൈവാത്മാവും കൂടെ മെർജ് ചെയ്തപ്പെട്ട ഒരു യഥാർത്ഥമായ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ വേറെ ഓപ്ഷനുണ്ട്. തലയിൽ ഇങ്ങനെ ടക്കേന്ന് തോന്നും. പക്ഷേ ഒന്ന് സാവധാനതയോടെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനോട് ചോദിക്കും, ആത്മാവേ ഞാൻ എന്താ ചെയ്യും? ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കട്ടെ? എന്നോടൊന്ന് ഉപദേശിക്കുമോ എന്നൊന്ന് ചോദിച്ചു നോക്കിയോ. തിങ്സ് വിൽ ചേഞ്ച്. മിക്കവാറും നമ്മൾ മാനുഷികമായി എടുത്ത തീരുമാനത്തിന് നേരെ ഘടകവിരുദ്ധമായിരിക്കും. മിക്കവാറും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന തീരുമാനം. എനിക്ക് കണ്ടമാനം, അതായത് പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണ് ഞാൻ തന്നെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ ആത്മാവിനെ കൂട്ടുപിടിക്കാതെ എന്റെ മാനുഷികമായ ബുദ്ധിയും എന്റെ എക്സ്പീരിയൻസും എന്റെ ഈ ലോകപരമായ അറിവൊക്കെ വെച്ചിട്ട് ഒരു കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാം. ഇത്ര നാൾ ജീവിച്ചല്ലേ ഈ ഭൂമിയിൽ മറ്റു മനുഷ്യരെ പോലെ. അതായത് അതാണ് ശരിക്കും പറഞ്ഞ ജഡത്തിന്റെ ചിന്തയാണത്. ജഡത്തിന്റെ ചിന്ത മരണം. ഈ റോമാലേഖൻ എഴുതിയേക്കുന്നത് വിശ്വാസികൾക്കാണ്. അപ്പോ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായി ഈ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിന് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതല്ല നമ്മൾ സാധാരണഗതിയിൽ ഈ എല്ലാ നാട്ടിലും നടക്കുന്ന എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ മറ്റുള്ള വ്യക്തിയുടെ ഒരു വ്യത്യാസമില്ല. നമുക്ക് ജീവൻ യഥാർത്ഥമായി വേണോ? ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ലൈഫിൽ നടക്കണോ? ആമേൻ. ആദ്യം ആ വിളിച്ചു വരുത്തിയവനുമായിട്ട് ആമേൻ ഹല്ലേലൂയ ഒരു നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവൻ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഭയങ്കരമായി അല്ല ആവശ്യബോധത്തോടെ പഠിച്ച് ആമേൻ നമ്മളെ ചില ഹല്ലേലൂയ മൂർച്ചയുള്ള ചില മെതിവണ്ടിയാക്കി ഓരോരുത്തരെയും തീർക്കുവാൻ അവൻ ആഗ്രഹം. ഹല്ലേലൂയ. പ്രിയ മക്കളെ ഹല്ലേലൂയ. ഞാനത് വളരെ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ഭയങ്കരമായി പഠിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്, ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ്. ദാവീദിന് ഇത്ര ഡേഞ്ചർ ഫീൽ ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ദാവീദ് പറയുന്ന വാക്യം, യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു,
എൻ്റെ പാറയുള്ളവൻ നീ കേൾക്കാതിരിക്കല്ലേ, നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. അപ്പൊ എന്താ ദാവീദോട് പറഞ്ഞു വെക്കണേ? ദൈവം ഇങ്ങനെ മിണ്ടാതിരുന്ന ദാവീദിനറിയാം അതിന്റെ എന്ത് നാശം. അപ്പൊ ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ഈ ലോകപ്രകാരമുള്ള സിസ്റ്റത്തിൽ നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളിലും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഓരോ ടെക്നോളജി പഠിക്കുമ്പോഴോ ഓരോ ടൂൾസ് പഠിക്കുമ്പോഴോ നമ്മൾ എന്തോരം പാടുപെട്ട് ആ പർട്ടിക്കുലർ സിസ്റ്റം നമ്മൾ പഠിച്ച് അത് ഗ്രഹിച്ച് അത് അപ്ലൈ ചെയ്യാൻ നമ്മൾ എന്തു മെനക്കേടാ. നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവന് വേണ്ടി ചുമ്മാ ഇങ്ങനെ കിട്ടുമെന്നാണോ വിചാരിക്കണേ? ഐ മീൻസ് ഒത്തിരി സിസ്റ്റങ്ങളുണ്ട് ഇതിനകത്ത്. ദൈവത്തിന് ഒത്തിരി പ്രിൻസിപ്പിൾസ് ഉണ്ട്. ദൈവത്തിന് നമ്മളെ ഒരു ഹല്ലേലൂയ ഒരു പരാജിതനായിട്ടല്ല ദൈവം വിളിച്ചത്. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനല്ലേ? ഹല്ലേലൂയ. യെസ്, ദൈവം അതെ പിതാവും അതെ നമ്മള് ദൈവത്തിന്റെ മക്കളുമായിരിക്കും. നീ ജയിക്കണം, ജയിക്കുന്നവൻ ആ ഒരു സ്റ്റാറ്റസ്. ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയില് പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് പറയണേ. സർദീസിലെ സഭയില് പ്രവൃത്തി കണ്ടില്ല എന്നല്ല പറയണേ. ദൈവം ചില കാര്യം എക്സ്പെക്ട് ചെയ്തു, നീ പ്രവർത്തിച്ചു, നീ ഒന്നും പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നില്ല. പക്ഷെ പ്രവൃത്തി പൂർണ്ണതയായില്ല, കംപ്ലീറ്റ് ആയില്ല. പക്ഷെ പൗലോസ് പറഞ്ഞെന്താ? ഞാൻ നല്ല പോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കാ വെച്ചിരിക്കുന്നു. എന്താ പൗലോസ് എത്ര ഉറപ്പ്? യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു എന്താ പറയണേ? പിതാവേ, നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ വിളിച്ചു കയറ്റുകയും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശു സംസാരിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ അവനെ കേൾക്കാത്ത ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. പ്രിയ ദൈവമക്കളെ, യേശുവിന് വേണമെങ്കിൽ പറയട്ടെ, അങ്ങനല്ല. നമ്മൾ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ്. നമ്മൾ അവന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഒരു വലിയ ഗസ്റ്റിനെ നമ്മുടെ വീട്ടിൽ എങ്ങനെ വിളിച്ച് എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നോ, അവനെ ലിസൺ ചെയ്യുന്നോ, അതേപോലെ ഒന്ന് വിളിക്കാൻ തയ്യാറാണ്. ഓ ജീസസ്, ഉറപ്പായിട്ടും യെസ്, ദൈവം നമ്മുടെ സകല കാര്യങ്ങളിലും ഇടപെടുകയും അതിനൊക്കെ ദൈവത്തിന്റെ അഭിപ്രായമുണ്ട്. നമ്മളാ പോകേണ്ടെന്ന വഴി കാണിച്ചു തരും. ഇതാവുന്ന വഴി ഇതിലേ നടന്നുകൊള്ളാ എന്നുള്ള ശാന്ത സ്വരം കേൾപ്പിക്കുക തന്നെ ചെയ്യും. അത് ഈ കള്ളം ചെയ്യണ പോലെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷിക്കല്ല. അതിന്റെ സിസ്റ്റമേ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ശൗമേൽ ബാൽ കൊച്ചു പയ്യനല്ലേ, അവനൊരു തെറ്റ് പറ്റൂലേ? അവനോട് മോനെ ഇങ്ങനല്ല ഞാൻ പറഞ്ഞ കേക്കെന്ന് പറഞ്ഞ യേശു ദൈവം ഇടിച്ചു കയറിയോ? കൊച്ചു പയ്യനല്ലേ, ശൗമേൽ ബാലനല്ലേ. അവന് മിസ്റ്റേക്ക്, അവന് അറിയില്ലാത്തതുകൊണ്ടാണ് ഈ ദൈവം വിചാരിച്ചോ? നോ 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 നോ. സോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മണ്ഡലങ്ങളുടെ വാതിൽ കാവൽക്കാരനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി അധികാരമുണ്ട്. ഒരു മനുഷ്യനായിരിക്കും തന്നെ അധികാരമുണ്ട്. അതിനുശേഷം ദൈവത്തിന്റെ വർഷത്തോട്ട് വരുമ്പോൾ അതിന് അധികാരമുണ്ട്. ദൈവത്തിന്റെ സിസ്റ്റം അനുസരിച്ച്, ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒക്കെ ദൈവ പ്രിൻസിപ്പിളിലൂടെ പോകുള്ളൂ. ആ പ്രിൻസിപ്പിൾ അറിയണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പഠിക്കണം, ഈ ദൈവത്തെ കേൾക്കണം. അപ്പൊ ദൈവം ഓരോന്ന് പഠിപ്പിച്ചു തരും, ഓരോന്ന് പഠിപ്പിച്ചു. നമുക്കറിയാം സാറാമ്മച്ചി ഈ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തില് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കേക്കിലുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ദാവീദ് അങ്ങനെ എഴുതിയത്. പ്രത്യേകിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തില് ഈ സാറ, അല്ലെങ്കിൽ അടുത്ത ആണ്ടിൽ ഈ സമയത്ത് നിനക്കൊരു കുഞ്ഞിനെ അല്ലെങ്കിൽ മകനെ നൽകുമെന്ന് പറഞ്ഞപ്പോ സാറ എന്താ ചെയ്തേ? ചിരിച്ചു. ഉള്ളിലാ ചിരിച്ചേ. അപ്പം ദൈവം അവിടെ ക്വസ്റ്റ്യൻ ചെയ്തു, എന്തിയാ സാറ ചിരിച്ചേ? അപ്പൊ അവള് ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മൾ ഈ പഠിക്കുന്ന കാര്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിക്കുക. സാറയുടെ ആ തോട്ട് പ്രോസസ്സിൽ എന്താണ്? അതായത് നായ പ്രായത്തിലോ കൊച്ചുണ്ടായില്ല, ഇപ്പൊ 90 വയസ്സുള്ള എനിക്കല്ലോ കൊച്ചുണ്ടാകുമ്പോൾ, അത്രേ ഉള്ളൂ സാറ പറഞ്ഞത്. മാനുഷികമായ ഒരു ചിന്ത. പക്ഷേ എബ്രായ ലേഖനം 11:11 വായിച്ചേ, അതൊന്ന് സൂക്ഷിച്ചു വായിച്ചു. അവിടെയാണ് അതിനകത്ത് ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത്. എബ്രായ ലേഖനം 11:11. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവരെ വിശ്വസ്തനെന്നുകയാണ്, പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കും. ബൈ ഫെയ്ത്ത് ഈവൻ സാറ ഹെർസെൽഫ് റിസീവ്ഡ് എബിലിറ്റി ടു കൺസീവ്. അത് ശരിക്കും ഗ്രീക്കിന്റെ ആക്ച്വൽ ട്രാൻസ്ലേഷനിൽ ഡുനാമിസ് അല്ലെങ്കിൽ സാറയ്ക്ക് ഒരു പ്രത്യേകമായ ശക്തി ലഭിച്ചു. പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി ലഭിച്ചു. പക്ഷെ അതെങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്ന അറിയാവോ? സിൻസ് ഹി കൺസിഡേർഡ് ഹിം ഫെയ്ത്ത്ഫുൾ ഹു ഹാഡ് പ്രോമിസ്ഡ്. ഞാൻ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം ഡെഫിനേഷൻ എന്താ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. തിങ്സ് ആ തിങ്സ്, അതായത് കാര്യങ്ങളല്ലേ. പക്ഷെ അതിന്റെ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് മനസ്സിലാക്കണം. 1 വർഷം കൊണ്ടാണ് സാറയുടെ ആറ്റിറ്റ്യൂഡ് മാറിയത്. അതായത് യേശു അല്ലെ ദൈവം അത് ഇടപെട്ടപ്പോൾ സാറ സാധാ വ്യക്തികളെ പോലെ ചിരിച്ച ആളാണ്. പക്ഷെ എബ്രായ ലേഖനത്തിൽ അങ്ങനെ അല്ല എഴുതിയേക്കുന്നത്. ബൈ ഫെയ്ത്ത് സാറ റിസീവ്ഡ് പവർ ടു കൺസീവ്. എന്താണ് കാരണം? സിൻസ് ഹി കൺസിഡേർഡ് ദ പേഴ്സൺ. അപ്പൊ പ്രശ്നം എന്താ? നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഈ വിശ്വാസം എന്തോ അല്ലെങ്കിൽ ഓരോ കാര്യം നമ്മൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പറയില്ല, അല്ലെങ്കിൽ ദൈവം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞ ആ ചിലപ്പോൾ നമ്മൾ പറയുന്നത് കിട്ടുമായിരിക്കും, കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ വേറൊരു രീതിയിൽ ചോദിക്കാം. നമുക്ക് വളരെ വിശ്വാസമുള്ള ഒരാള് അയാളൊരു കാര്യം ഓഫർ ചെയ്യുക. അയാൾ അത്ര ജെന്റിൽമാൻ, അയാൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് കൊടുത്തു. അതാ സാധനത്തിന്റെ വലിപ്പോ ചെറുപ്പമൊന്നും അല്ല, അയാളുടെ സ്വഭാവം. ഈ സാറ ദൈവത്തെ കണ്ടത് അങ്ങനെയായിരുന്നു. Since she considered the one who is faithful, who had promised. പ്രിയ ദൈവമക്കളെ, ഇന്നു മുതലേ ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ അതായത് ഈ പറയുന്ന ദൈവം നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പറയും. If you really invite Jesus, definitely he will come. And if you ask him, God എന്നോട് സംസാരിക്കണമേ നമ്മൾ ചോദിച്ചാൽ ദൈവം സംസാരിച്ചോളും. അപ്പം പല പ്രോമിസുകളും വരും, പല കാര്യങ്ങളും വരും. അപ്പോ ഈ സാധനത്തിന്റെ വലിപ്പോ ചിലപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ വലിയ അനുഗ്രഹമായിരിക്കും, ചെറുതനുഗ്രഹം. പക്ഷേ ഇത് പറയുന്നവൻ വിശ്വസ്തനാണെന്ന് എണ്ണാവോ? ആമേൻ, ഹല്ലേലൂയ. 90 വയസ്സായ അമ്മച്ചിക്ക് ആമേൻ മകനെ പ്രസവിക്കാമെങ്കിൽ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ എല്ലാം ഹല്ലേലൂയ ഒരിക്കലും സാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന മേഖലകളിൽ കാര്യങ്ങൾ സാധ്യമാകും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവത്തിന് നമ്മളോട് ഒത്തിരി കാര്യം സംസാരിക്കാം. അവനെ ഒന്ന് വിളിക്കാവോ? അവൻ പറയുന്നത് കേൾക്കാൻ കാതോർത്ത് അവൻ്റെ സന്നിധിയിലൊന്നിരിക്കുമോ? അവൻ ശരിക്കും വിശ്വസ്തനാ. അവൻ വാക്ക് മാറില്ല എന്ന് അവനെ കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ, അവനെ ഒന്ന് അങ്ങനെ കൺസിഡർ ചെയ്യാവോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഹല്ലേലൂയ വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സാധ്യമാകും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, അവിടുന്ന് എന്നെ ഏൽപ്പിച്ചു ഈ വചനം. കർത്താവെ, എൻ്റെ മക്കൾക്ക് ഞാൻ കൈമാറി. കർത്താവെ, ഹല്ലേലൂയ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വരണം. കർത്താവെ, ഹല്ലേലൂയ. ഇതുവരെ ഹല്ലേലൂയ, യെസ് ആമേൻ, ഹല്ലേലൂയ, അങ്ങേ ഞങ്ങൾ വിളിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ വിളിക്കുന്നു.
ഞങ്ങളുടെ കുടുംബത്തിലോട്ട്, ഞങ്ങളുടെ എല്ലാ മേഖലകളിലോട്ടും അവിടുന്ന് വരണമേ. ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വരണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അപ്പൊ അങ്ങ് മിണ്ടാതിരുന്നാൽ ഞങ്ങൾ കുഴിയിലാകുന്നവരെ പോലെയാകും. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കും. കർത്താവ്, ഈ വചനം കർത്താവെ നിന്റെ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ അത് പ്രവർത്തിച്ച് അത് കർത്താവെ അവരിൽ നിന്ന് പുറത്തോട്ടൊഴുകി അനേകർക്ക് കർത്താവ് ഈ ഒരു കാര്യം ട്രാൻസ്ഫോർഡ് ചെയ്യുക. ഓരോരുത്തരെയും പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അധികാരപ്പെടുത്തി ഞാൻ ഈ സന്ദേശം കൈമാറുന്നപ്പാ, സഹായിക്കണമേ. അവിടുന്ന് അടികളോട് കൂടെ ഇരുന്നതിനായി ഇഷ്ടം, ബലപ്പെടുത്തിയതിനായി ഇഷ്ടം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നൊരു സാഹചര്യം ചെന്ന പാസ്റ്ററോടും സഭയോടുള്ള നന്ദി അറിയിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.